പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന സാജു ബ്രദർ, അതുപോലെ പാസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും വീണ്ടും വരുന്നവനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വളരെ പ്രാധാന്യം ഉള്ള ചില കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അതിലും പ്രാധാന്യമുള്ള ചില കാര്യങ്ങളാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കാരണം ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ ഉണ്ട്. ഹല്ലേലൂയ. ഈ നമ്മൾ വചനം വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഒരു ദൈവ പൈതലിനെ നശിപ്പിക്കാൻ ഒരു സാത്താനും ഒരു സിസ്റ്റത്തിനും ഒരു ശക്തിക്കും, അതായത് ദൈവത്തിന് മാത്രമേ ഒരാളെ നശിപ്പിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിനാണ് ആ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും ഒക്കെ താക്കോലുള്ള ശരിക്കും ഒരാളെ നശിപ്പിക്കുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ നശിക്കാൻ ഫൈനൽ വെർഡിക്റ്റ് ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവത്തിനാണ് നശിപ്പിക്കാൻ പറ്റുള്ളൂ, സാത്താൻ നശിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ദൈവം തന്നെ പറഞ്ഞേക്കുന്ന വേറൊരു കാര്യമാണ്, നോളജ് ഇല്ലാത്തത് കൊണ്ട് തൻ്റെ ജനം നശിച്ചു പോകുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോ സാത്താന്റെ ശക്തി അല്ല നമ്മളെ തോൽപ്പിക്കുന്നത്, പകരം നമ്മുടെ നോളജ് ഇല്ലായ്മ കൊണ്ട് നമ്മൾ തോറ്റാലേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പ്രധാനമായ ഭാഗം ആണ് നമ്മൾ പഠിക്കുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, പഠിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത്. അതിനുവേണ്ടി മത്തായി സുവിശേഷം 5-ാം അധ്യായം 25-26 വാക്യങ്ങൾ വായിക്കാം. മത്തായി സുവിശേഷം 5:25-26 അത് ഇങ്ങനെ വായിക്കുന്നു: നിന്റെ പ്രതിയോഗിയോട് കൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക, അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ ചേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഒടുവിലത്തെ കാശുപോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. ഹല്ലേലൂയ. അഗൈൻ ഈ വചനം ദൈവം എനിക്ക് പ്രകാശിപ്പിച്ച് തരുന്നിടം വരെ എനിക്ക് വളരെ അതിൻ്റെ പെരിഫറൽ ആയിട്ടുള്ള ആശയം മാത്രം എനിക്ക് അറിയുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ ആരെങ്കിലും ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത് നിരപ്പ് പ്രാപിക്കണം, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അതാണ് അതിൻ്റെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു പ്രൈമറി ആയിട്ടുള്ളൊരു മീനിങ്. പക്ഷേ വളരെ ആഴത്തിലുള്ള, ഹല്ലേലൂയ, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇന്ന് ഈ വചനം എനിക്ക് പ്രകാശിപ്പിച്ച് കിട്ടാനും നിങ്ങൾക്കത് കേൾക്കാൻ ഉള്ള ഒരു മുഖാന്തരത്തിനും കാരണം എൻ്റെ ജീവിതത്തിലെ ചില തടവിൻ്റെ അനുഭവമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച ചില നിമിഷങ്ങൾ സാക്ഷ്യത്തിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില തടവിൻ്റെ അനുഭവങ്ങളുണ്ട്. ദൈവ മക്കളുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. ഇനി അതിൻ്റെ അത് ഉണ്ടെന്ന് പറയാനായിട്ടുള്ള കാരണം, നമുക്ക് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ സ്മിർനയിലെ സഭയുടെ ദൂതന് എഴുതുന്ന ആ വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. സ്മിർനയിലെ സഭയുടെ ദൂതന് എഴുതുക, 8-ാം വാക്യം മുതലാണ് വായിക്കുന്നത്. മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും
ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും. തങ്ങൾ യഹൂദർ എന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ഈ വേദഭാഗം ഞാൻ ഈ ബൈബിൾ സ്റ്റഡി ഒക്കെ തുടങ്ങിയ സമയത്ത്, ഏതാണ്ട് 5-6 വർഷം മുമ്പ്, 2018 സമയങ്ങളിൽ തന്നെ, അതോ 19-ലോ, ഈ 7 സഭയുടെ ദൂത് എടുത്ത് പോയ ഒരു സെക്ഷനാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ 10 ദിവസം എന്ന് എഴുതിയേക്കുന്നത് ഒരു ഫ്രേസ് ആണ്. അതൊരു 10, അതായത് 1, 2, 3, 10 അതല്ല. കുറച്ച് നാൾ, കുറച്ച് സമയം, സം പീരീഡ് ഓഫ് ടൈം നമ്മൾ ഒരു തടവിന്റെ അവസ്ഥയിലായിരിക്കും. അത് സാത്താനാൽ തന്നെ തടവിന്റെ അവസ്ഥയിലായിരിക്കും എന്ന് ദൈവത്തിന്റെ ഒരു പദ്ധതി പോലെ ദൈവം പറയുന്നു. പക്ഷെ ആ തടവിന്റെ അവസ്ഥയിലാണെങ്കിലും നമ്മൾ മരണപര്യന്തം നമ്മൾ വിശ്വസ്തമായി തന്നെ ഇരിക്കുക എന്നാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് ദൈവം അറിഞ്ഞുകൊണ്ട് നമ്മളെ ചില തടവിന്റെ അവസ്ഥയിലാക്കും എന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാനൊക്കെ പാടായിരിക്കും. ദൈവം ആരെങ്കിലും തടവിലാക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ അവസ്ഥയിൽ വരുമോ? അപ്പൊ അങ്ങനത്തെ ഒക്കെ നമ്മുടെ കൺഫ്യൂഷൻസ് മാറുകയും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എങ്ങനെയെന്ന് വളരെ വ്യക്തമായി നമ്മൾക്ക് പ്രകാശിച്ചു കിട്ടുവാനും, നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് ദൈവം ആഗ്രഹിക്കുന്ന മണ്ഡലത്തിൽ തന്നെ ആയിത്തീരാനും ഇന്നത്തെ വചനം യഥാർത്ഥമായി ആഗ്രഹത്തോടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഉറപ്പായി ദൈവം സഹായിക്കും. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഈ വേദഭാഗം നമ്മൾ കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നതിന് നമുക്ക് ഫണ്ടമെന്റലി ഒരു കാര്യം നമുക്ക് മനസ്സിലാവേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 21-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 8:21. അത് ഇങ്ങനെ: യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഈ വാക്യം മാത്രം, ആ ഒരു പദം, അത് ഞാൻ ഇതിനു മുമ്പേ ഇവർ എടുത്തിട്ടുള്ള. പക്ഷെ ഞാനൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനും, ഇന്നത്തെ ബൈബിൾ സ്റ്റഡി അതിന്റെ യഥാർത്ഥ ആശയം നമ്മുടെ ഉള്ളിലോട്ട് കയറാനും നമ്മൾ ഈ വചനങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. ഇവിടെ ദൈവം തന്നെ പറയുന്ന വാക്യമാണ്, മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാ. ഇത് പറഞ്ഞത് ദൈവം പറഞ്ഞതാ. ദൈവത്തിന്റെ അന്തരംഗത്തിൽ ദൈവം തന്നെ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. മോശയാൽ വെളിപ്പെട്ട് വന്ന പഞ്ചഗ്രന്ഥങ്ങളിലെ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വേദഭാഗം മനുഷ്യരാകുന്ന നമുക്ക് വെളിപ്പെടാൻ വേണ്ടി, അത് മനുഷ്യനോട് പറഞ്ഞതല്ല. അത് സൂക്ഷിച്ചു നോക്കി, ദൈവത്തോട് തന്നെ പറയുന്നതാ. പക്ഷെ ദൈവത്തിന്റെ സ്വഭാവം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഡിസിഷൻ, ദൈവത്തിന്റെ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രസ്താവനകൾ, ഹല്ലേലൂയ, അതിന് ഹല്ലേലൂയ, വളരെ മാനവരാശിക്ക് മൊത്തത്തിൽ ബാധകമാകുന്ന ഒരു പ്രസ്താവനയായി പോയി. മനുഷ്യന്റെ മനോനിരൂപണം, ഇമാജിനേഷൻ ഓഫ് ഹാർട്ട് ഓഫ് മാൻ ഈസ് ഈവിൾ ഫ്രം ഹിസ് യൂത്ത്. ഈ മനുഷ്യൻ
ചിന്തിക്കുന്ന സകല ചിന്തകളും മനോനിരൂപണങ്ങൾ ബാല്യം മുതല ദോഷമാണ്. ഇത് ദൈവം പറഞ്ഞതല്ലേ, ഇറ്റ്സ് എ ഫാക്ട്. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലങ്ങൾ പഠിച്ച ആ വേദഭാഗം, പുറപ്പാട് പുസ്തകം 6 വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കാവോ? പുറപ്പാട് പുസ്തകം പ്രോവർബ് സദൃശവാക്യങ്ങൾ 16 വാക്യം. സദൃശവാക്യങ്ങൾ 16 വാക്യം. മനുഷ്യൻ തന്റെ വഴിയൊക്കെയും വെടുപ്പായി തോന്നുന്നു, ഓരോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. മതി. നമ്മള് കഴിഞ്ഞ ആഴ്ചക്കാലം അതിന്റെ ഡീറ്റെയിൽസ് കണ്ടത്, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിൽ അതിന്റെ ഡീറ്റെയിൽസ് കാണുന്ന, നമ്മള് കുറച്ചു മുമ്പേ വായിച്ച വെളിപ്പാട് പുസ്തകത്തിലെ കുറച്ചു മുമ്പ് വായിച്ച ഉൽപ്പത്തി പുസ്തകത്തിലെ ആ വാക്യവും ഈ വാക്യവും തമ്മിൽ ചേർത്തൊന്ന് പഠിച്ചു വയ്ക്കുക. അതായത് മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാണെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത് എന്താ? ഈ മനുഷ്യൻ അവന്റെ വഴിയൊക്കെ അവന് വെടിപ്പായിട്ടാ തോന്നണേ. അതായത് അവൻ ചെയ്യുന്നത്, ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നതൊക്കെ റൈറ്റ് ആണ് ആ പുള്ളിക്ക് തോന്നണേ. അപ്പൊ അത് രണ്ടും കൂടി ചെയ്യുമ്പോൾ എന്താ സംഭവം? അത് രണ്ടും കൂടി കണക്ട് ചെയ്ത് എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? ഒരു മനുഷ്യൻ അവൻ തോന്നുന്ന സാധനമൊക്കെ അവൻ ഈവിളുമാണ്. ഈ ഈവിളാണെന്ന് ഈ പുള്ളിക്കിട്ട് അറിയത്തുമില്ല. അതായത് അവന്റെ സൈറ്റില്, അവന്റെ നോട്ടത്തില് അവൻ ചെയ്യുന്നതൊക്കെ കറക്റ്റായിട്ടാ തോന്നണേ. പക്ഷെ ദൈവം ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ആ വാക്യവും കൂടി ചേർത്ത്, ദൈവം പറഞ്ഞ പ്രസ്താവന കൂടി ചേർത്ത് വായിക്കുമ്പോൾ പ്രശ്നം മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ, ദൈവം ഉള്ളിലില്ലാതെ, പരിശുദ്ധാത്മാവ് ഉള്ളിലല്ലാതെ അവൻ ചിന്തിക്കുന്നത്, അവൻ പ്രവർത്തിക്കുന്നത് എല്ലാം ഈവിളാണെന്ന് മാത്രമല്ല, ഇവനെന്നിട്ട് പിടുത്തവും കിട്ടില്ല, ഒരു മനുഷ്യന് മനസ്സിലാവത്തില്ല. അപ്പൊ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ പരിശുദ്ധാത്മാവ്, ദൈവം തന്നെ അവന്റെ, ഇന്നലെ കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ പഠിച്ചതുപോലെ അവന്റെ റൂഹേനെ കൺട്രോൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ മാത്രമേ അവന് പ്രകാശം കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവൻ ഇരുട്ടിലായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ അവനൊരു യഥാർത്ഥമായ ഒരു വിശ്വാസിയാണെങ്കിലും, അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? യഥാർത്ഥമായ വിശ്വാസിയാണെങ്കിലും, ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, പരിശുദ്ധാത്മാവിനെ അലോ ചെയ്തില്ലെങ്കിൽ ആ വ്യക്തിയും ഹല്ലേലൂയ ഈ ഒരു അവസ്ഥയിലായിരിക്കും. ആ ഒരു വ്യക്തിയും ഈ ഒരു അവസ്ഥയിലായിരിക്കും. ഈ ലോകത്തിലെ മക്കൾ ഉറപ്പായിട്ടും ഈ അവസ്ഥയിലായിരിക്കും. ഹല്ലേലൂയ. ഇനി ദൈവത്തിന്റെ ഭാഗത്ത് വന്ന മനുഷ്യരും ഈ കാര്യം മനസ്സിലാകാതെ, അറിയാതെയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെയോ പരിശുദ്ധാത്മാവിന് ചിന്തിക്കാൻ, പ്രവർത്തിപ്പാൻ, അവനെ നിയന്ത്രിക്കുവാൻ ഇടം കൊടുത്തില്ലെങ്കിൽ അവൻ ചിന്തിക്കുന്നത് ഈവിളായിരിക്കും, അവനൊട്ട് മനസ്സിലാവത്തുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സംശയം ഉണ്ടാവും. ഞാൻ പറയുന്ന കാര്യം ഇത് ഒന്നാമത് പെരിഫറൽ ആയിട്ടുള്ള ഒരു ബൈബിൾ പഠനമല്ല, നമുക്കത് കൂടുതലായിട്ട് ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഈ നമ്മൾ യോസഫിന്റെ ജീവിതത്തിലോട്ട് നമ്മൾ പോകേണ്ടതുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഈ പർട്ടിക്കുലർ പ്രസ്താവന ഇന്ന് നമ്മൾ തുടങ്ങി വെച്ച ആ ഒരു, അതായത് തടവിലാക്കപ്പെടുന്ന അവസ്ഥ, ഹല്ലേലൂയ, ആ തടവിലാക്കപ്പെടുന്ന അവസ്ഥയുടെ ആഴത്തിലോട്ട് നമുക്ക് പോകേണ്ടതുണ്ട്. ഹല്ലേലൂയ. അപ്പോ തടവിലാക്കപ്പെടുന്ന അവസ്ഥ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ പറയുന്നത്, അവന്റെ ഒരു പ്രതിയോഗി, ഒപ്പോണന്റ് ഉണ്ട്. ആ ഒപ്പോണന്റ് അടുത്തിരിക്കുമ്പോൾ തന്നെ അവനുമായിട്ട് നിരന്നുകൊള്ളണം. അല്ലെങ്കിൽ സംഭവിക്കാൻ പോണത്, അവൻ ന്യായാധിപനോട് പറയും, ന്യായാധിപൻ സേവകനെ പിടിച്ച് ഈ ആളെ പിടിച്ച് ഏൽപ്പിക്കും. പിന്നെ അവിടെ ഒരു പ്രത്യേക ഒരു വാക്കുണ്ട്, അവസാനത്തെ പെന്നി, അവസാനത്തെ അതുവരെ കൊടുത്ത് തീർക്കുവോളം തടവിലും ആയിരിക്കും,
പിന്നെ യേശു ഒരു വാക്യം പറഞ്ഞത് സത്യമായിട്ടും പറയണമെന്ന് കരുതി. അതിന് ഭയങ്കര ഷാർപ്പ്നെസ് ഉണ്ട് പ്രിയ ദൈവമക്കളെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഹല്ലേലൂയ ഈ പർട്ടിക്കുലർ തടവിലായിരിക്കുന്നത് കൊണ്ടാണ് ചില കാര്യങ്ങൾ നമുക്ക് ശരിയാവാത്തത്. ചില കാര്യങ്ങൾ നമ്മൾ പുലികളാണ്. ഹല്ലേലൂയ. യെസ്. ചില കാര്യങ്ങളിൽ നമ്മൾ ഭയങ്കര സംഭവമാണ്. പക്ഷെ ചില മണ്ഡലങ്ങളിൽ നമ്മൾ തടവിന്റെ അവസ്ഥയിലായിരിക്കും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഞാൻ ഫ്രാങ്ക്ലി പറയാം, എനിക്ക് അതിനകത്തൊരു മടുപ്പില്ല. തടവിലായിരിക്കുന്നത് കൊണ്ടാണ്, ആക്കപ്പെട്ടത് കൊണ്ടാണ് ഈ വചനങ്ങൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നത്. ഹല്ലേലൂയ. യെസ്. ആമേൻ ആമേൻ. എന്നാ പെട്ടെന്ന് ആ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ തീർക്കാൻ വേണ്ടി ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം എടുക്കാവോ? 39 അധ്യായത്തില് 2 വാക്യം ഒന്ന് വായിക്കാവോ? 2-3 വാക്യം. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രയീമ്യനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. മതി മതി അതുകൊണ്ട് യോസേഫ് മതി. നമുക്ക് ഈ ഭാഗം അറിയാവുന്ന, പക്ഷേ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന കുറച്ചുകൂടെ ഷാർപ്പായിട്ടാ. ദ ലോർഡ് വാസ് വിത്ത് ജോസഫ് സോ ഹി ബിക്കേം എ സക്സസ്ഫുൾ മാൻ. പരിശുദ്ധാത്മാവ് എഴുതിയേക്കുന്ന രീതി നോക്കിയേ. ദൈവം യോസഫിന് കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ സക്സസ്ഫുൾ മനുഷ്യനായി. ഈ പറയുന്ന യോസഫ് എവിടെയാ ആള്? എന്താണ് അവന്റെ സ്റ്റാറ്റസ്? അവൻ പൊത്തിഫേറിന്റെ വീട്ടിലെ അടിമയാണ് ബേസിക്കലി. ഓഫ് കോഴ്സ് ദൈവം അവനോട് കൂടെയുണ്ട്. ആ കൂടെയുള്ള ദൈവം ആയതുകൊണ്ട്, ദൈവം അവന്റെ കൂടെ ഉള്ളത് കൊണ്ട് അവൻ ചെയ്യുന്നതൊക്കെയും സക്സസ്ഫുൾ ആണ്. അവൻ സക്സസ്ഫുൾ ആണെന്ന് പരിശുദ്ധാത്മാവ് നോട്ട് ചെയ്യുന്നു. പക്ഷെ ബേസിക്കലി ആ സമയത്ത് അവന്റെ സ്റ്റാറ്റസ് അവനൊരു അടിമ തന്നെയാണ്. അതിനുശേഷം അവൻ യഥാർത്ഥമായ തടവിലാകുകയും അവൻ തടവിലാകുന്ന സമയത്തും അവിടെ ചെന്നപ്പോഴും അവൻ സക്സസ് ആണ്. കരകരപ്രമാണി എല്ലാ കാര്യവും അവനെ ഏൽപ്പിച്ചത് ഇവിടെ പൊത്തിഫർ എങ്ങനെ ഏൽപ്പിച്ചോ അങ്ങനെ തന്നെ അത് ഏൽപ്പിച്ചു. നമ്മൾ ഈ ഭാഗങ്ങളിലോട്ടൊക്കെ പെട്ടെന്ന് വരേണ്ടതുണ്ട്. ഹല്ലേലൂയ. പക്ഷേ പോയിന്റ് ഇതാണ്, ജോസഫിന്റെ സ്റ്റാറ്റസ് എന്താ? ഇതാണോ ജോസഫിനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി? ഇതാണോ ആ സ്വപ്നം കണ്ടതിന്റെ അർത്ഥം? ഇതേ ദൈവം തന്നെ പറയുന്നു അവൻ സക്സസ് ആണ്. ഓ ജീസസ്. പ്രിയ ദൈവങ്ങളെ, പലപ്പോഴും എന്റെയൊക്കെ ജീവിതത്തിൽ എനിക്കൊക്കെ ഈ കാര്യത്തിൽ ദൈവത്തോട് ഒത്തിരി അപേക്ഷിച്ച് കരഞ്ഞ്, ഒത്തിരി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച്, അതിൻ്റെ എന്താണ് അതിൻ്റെ ആശയം, എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിച്ച് വന്ന് പറഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചനമൊക്കെ വെളിപ്പെടുത്തി തന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യെസാമൻ, പല കാര്യങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ പ്രിയ ദൈവമക്കളെ, ഞാനൊരു കാര്യം ബുദ്ധി ഉപദേശത്തിന് വേണ്ടി പറയാം. നമ്മൾ വിശ്വാസത്തിൽ വന്നിട്ട് ഈ സമയം വരെ ഉള്ള നമ്മുടെ ലൈഫിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തമായി ചില കാര്യങ്ങൾ പ്രോമിസ് ചെയ്യുകയോ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവം അത് വെറുതെ പറഞ്ഞല്ല, ചെയ്യാൻ പറഞ്ഞതാ. ഹല്ലേലൂയ. ദൈവം അത് ചെയ്യാൻ പറഞ്ഞതാ. ഇനി ഒരു സാത്താനോ ഒരു സിസ്റ്റത്തിനോ നമ്മളെ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നോളജ് ഇല്ലെങ്കിൽ, നമുക്ക് ഈ അറിവ് ദൈവം തന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അറിവിന്റെ രീതിയിലോട്ട് നമ്മൾ ആഗ്രഹിക്കുകയോ പഠിക്കുകയോ അതിനെക്കുറിച്ച് ഈഗർനെസ് ഇല്ലായോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ അത് കൂടുതൽ പരിജ്ഞാനത്തിൽ വളർന്നു വരാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ തന്നെ ദൈവത്തിന്റെ പദ്ധതികളെ തട്ടിത്തെറിപ്പിക്കുന്നവരായി തീരും. ഹല്ലേലൂയ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇങ്ങനെ നമ്മൾ ഓർക്കുക, ഓ ജീസസ്, ഹല്ലേലൂയ. യോസഫ്, യെസ്, പൊത്തിഫറിന്റെ ഭവനത്തില് പുള്ളി ആ ഭവനത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, ആ ഭവനത്തിന്റെ മാനേജറായി ഏറ്റവും ഈ പൊത്തിഫറിന്റെ സകലമാന കാര്യം അവനാ ചെയ്യണേ. അയാൾ ഒന്നും നോക്കണില്ല, ഫുൾ ഇവരെ ഇൻട്രസ്റ്റ് ചെയ്തേക്കുക. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണേ, അവന്റെ ഭാര്യയ്ക്ക് അവനോട് താല്പര്യം തോന്നി. നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാവണേ, വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ട്സ് വെരി precisely and very deeply. We need to understand, we need to look into this particular thing.
ഇവിടെ എഴുതിയേക്കുന്നത് കുറച്ചു മുമ്പ് വായിച്ച വേദഭാഗങ്ങളായിരുന്നു, യഹോവ യോസഫിനോട് കൂടെയുണ്ട്. അത് നമ്മൾ പുതിയ നിയമമായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പഠിച്ച വചനവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ യോസഫിന്റെ ആ റൂഹ, അവന്റെ സ്പിരിറ്റ്, യെസ്, ദൈവത്തിന്റെ കയ്യിലാ. യെസ്, ദൈവമാ അവനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യോസഫ് ഒരു പ്രത്യേക മനുഷ്യനായിട്ട് അവിടെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അവൻ മാനുഷികമായ സിസ്റ്റത്തിലല്ല അവൻ ജീവിക്കുന്നത്, ദൈവികമായ സിസ്റ്റത്തിലാണ്. ഹല്ലേലൂയ. യെസ്, അതുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീ, ശ്രദ്ധിക്കണം, നമ്മൾ ഓരോ കാര്യം, ഞാൻ കഴിഞ്ഞ ആ രണ്ട് ആശയങ്ങൾ ഒരുമിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ പിടിച്ച് മേടിച്ച് അതിനകത്തോട്ട് തന്നെ നമ്മുടെ നോട്ടം നോക്കി മുന്നോട്ട് പോയേ പറ്റുള്ളൂ. യോസഫ് അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. ആണ്. ഹല്ലേലൂയ. യെസ്, അവൻ ആ സമയത്ത്, യെസ്, അവൻ ഒരു തടവിന്റെ അനുഭവമാണെങ്കിലും, അവന്റെ ജീവിതത്തിൽ അങ്ങനത്തെ അനുഭവമാണെങ്കിലും, ഹല്ലേലൂയ, ആമേൻ, പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, അവനോട് കൂടെ ഉണ്ടായിരുന്നു, ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്, ഈ യോസഫ് സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വീക്ക്നെസ് ആയിട്ടുള്ള, സാധാരണ യേശു തന്നെ പറഞ്ഞൊരു കാര്യമാണ്, വ്യഭിചാരവും കോട്ടവുമുള്ള തലമുറയെ. അതായത് ഒരു മനുഷ്യന്റെ ഏറ്റവും ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു സെക്ഷൽ ഡിസയർ. അപ്പോ ആ ഒരു ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ ആ ഒരു മണ്ഡലത്തിൽ നിന്ന് ജോസഫ് ഒരു ഡിഫറന്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ കാരണം അവന്റെ ഉള്ളിൽ അവനെ ഡ്രൈവ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവായിരുന്നു. ഹല്ലേലൂയ. അതായത് നമ്മളിങ്ങനെ മാൻ ഓൾവേസ് മെൻ, മെൻ ഓൾവേസ് മെൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ സാധാരണ കാഷ്വൽ, അതായത് ഒരു മനുഷ്യനാണെങ്കിൽ, ഒരു ഹ്യൂമൻ ബീയിങ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മെയിൽ ആണെങ്കിൽ ഇപ്പോൾ ഒരു സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവും, ഒരു സെക്ഷൽ ആയിട്ടുള്ള മാൻ ഓൾവേസ് മെൻ എന്നൊക്കെ നമ്മളിങ്ങനെ, അതായത് നമ്മൾ വിശ്വാസികളുടെ ഇടയിലും ആ ഒരു സംഭവം അങ്ങനെ ആയിരിക്കും എന്നൊരു ചിന്തയുണ്ട്. പക്ഷെ അവൻ പരിശുദ്ധാത്മാവിൽ ഡ്രിവൺ ആണെങ്കിൽ അവൻ അങ്ങനെ അല്ലാട്ടോ. ഐ വിൽ പ്രൂവ് ഇറ്റ്. അപ്പൊ എന്തിനാ പ്രൂവ് ചെയ്യാൻ? ഓൾറെഡി പ്രൂവ്ഡ് അല്ലേ, പരിശുദ്ധാത്മാവല്ലേ പറയണേ. ഈ യോസഫ് അങ്ങനെ അല്ലായിരുന്നല്ലോ. അതായത് ഏതെങ്കിലും മനുഷ്യനെ അറിയാൻ പോകുന്നുണ്ടോ? അതായത് അവൻ അവിടുത്തെ രാജാവാണ്. ആ യജമാനനെ നൈസായിട്ട് പറ്റിച്ചുകൊണ്ട് അവന്റെ ഭാര്യയോടുകൂടെ അവൾ കണ്ടിന്യൂസ് ആയിട്ട് ടീസ് ചെയ്തിട്ടും അവൻ മാറിപ്പോയെന്നാ. അവൻ ആ ഒരു സാഹചര്യം ഉണ്ടാക്കാതെ മാറി പോയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. അതൊക്കെ പരിശുദ്ധാത്മ വളരെ വ്യക്തമായിട്ട് നമ്മളെ ഡിനോട്ട് ചെയ്യിക്കുന്ന സാധനമാണ്. അതായത് നമ്മൾ വിചാരിക്കുന്ന മാതിരി നമ്മുടെ വീക്ക്നെസ്സോ അല്ലെങ്കിൽ സാധനങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനമൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിൽ ഡ്രൈവ് ആവാത്തത് കൊണ്ടാണ് കേവലം നമ്മൾ നേരത്തെ പഠിച്ച ആ സിസ്റ്റം, അല്ലെങ്കിൽ അവന്റെ സിസ്റ്റം ഈവിളായിരിക്കും, അവൻ ചിന്തിക്കുന്നതൊട്ട് മനസ്സിലാവത്തില്ല, ജസ്റ്റ് ഈവിൾ എഗെയിൻ ഈവിൾ, അല്ലെങ്കിൽ ചെന്നായുടെ ഒരു അവസ്ഥയിലായിരിക്കും. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ മറ്റേ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു അവരെ അയക്കുമ്പോൾ എന്താ എഴുതിക്കണേ? ചെന്നായുടെ നടുവിൽ ആടുകളെ പോലെ അയക്കണേ. നമ്മളത് വ്യക്തമായിട്ട് മനസ്സിലാവണേ. ചെന്നായുടെ നടുവിൽ ആടുകളെ പോലെ അയക്കണേ. എന്നിട്ട് ഇവിടെ ചെന്നിട്ട് ആദ്യം പറയാൻ വന്നത് എന്താണ്? യേശു ഇവരോട് പറയണത് എന്താണ്? ആദ്യം തന്നെ പറയണം, നിങ്ങൾക്ക് സമാധാനം. ആടുകൾ ചെന്നായോട് പറയണം, നിങ്ങൾക്ക് സമാധാനം. അതെ, കാരണം അതിന്റെ ബേസ് ഇതാണ്. ഈ ചെന്നായ എന്ന് പറയുന്ന സാധാരണ ഇരുട്ടിലെ മനുഷ്യര്, അവരുടെ മൊത്തം ചിന്തിക്കുന്ന ഈവിളാണ്. അവർക്ക് റോങ് ആണെന്നോട്ട് അവർക്ക് അറിയത്തുമില്ല. ബേസിക്കലി ഇത് ചെന്നായാണ്. അപ്പോ പരിശുദ്ധാത്മാവുള്ള യോസഫ്, പരിശുദ്ധാത്മാവുള്ള ദൈവത്തിന്റെ മക്കള് അവരാടുകളാണ്. അപ്പൊ ആടുകള് വളരെ കെയർഫുൾ ആയിട്ട്, സെൻസിറ്റീവായിട്ട് ആദ്യം തന്നെ പ്രശ്നം ഉണ്ടാക്കാനല്ല, നിങ്ങൾക്ക് സമാധാനം, മാക്സിമം താഴ്ന്നു വീണ് കറക്റ്റായിട്ട് അവരെ പ്ലീസ് ചെയ്ത്, ചെന്നായനെ പ്ലീസ് ചെയ്ത് പ്രവോക്ക് ചെയ്യാതെ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയാനാണ് യേശു പഠിപ്പിച്ചത്. ഹല്ലേലൂയ. ഇത് എനിക്കും പുതുമയുള്ള സാധനം. ദൈവം എന്നെ പ്രകാശിപ്പിച്ചപ്പോൾ എനിക്കും പിടുത്തം കിട്ടി കേട്ടോ. ഞാനത് മനസ്സിലാക്കാതെ ഒത്തിരി പൊട്ടത്തരങ്ങൾ പല സമയത്തും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൈവം ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഓരോ ബോധം വരണേ, ഇൻക്ലൂഡിങ് മൈസെൽഫ്. പക്ഷെ അത് നമ്മൾ ഓരോ കാര്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആഴത്തിൽ ചെല്ലുമ്പോഴാണ് ദൈവം നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കേസ്,
ഈ യോസഫ് ആ പൊത്തിഫേറിന്റെ ഭവനത്തിൽ നൈസായിട്ട് പുള്ളിയുടെ കോളിങ്, പുള്ളിയുടെ സ്വപ്നങ്ങളൊക്കെ മറന്നിട്ട് നൈസായിട്ട് ആ പൊത്തിഫേറിന് എന്തോരം സമ്പത്തുണ്ടോ ആ സമ്പത്ത് മൊത്തം അനുഭവിക്കാൻ പാകത്തിന് വകുപ്പുണ്ടായിരുന്നു. പൊത്തിഫേറിന്റെ ഭാര്യയും പുള്ളിക്ക് ആ ഒരു ലെവലിൽ കൊണ്ടുപോകുമായിരുന്നു. ശരിയല്ലേ? അതാ ഞാൻ പറഞ്ഞേ, ഇഫ് വി ഹാവ് എ കോളിങ്, നമ്മൾ ചില ചില കാര്യങ്ങൾ നല്ലതിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വലിയ കുഴപ്പമില്ലാതെ തട്ടിമുട്ടി അല്ലെങ്കിൽ തട്ടിമുട്ടിയല്ല, നല്ലതായിട്ട് തന്നെ പോവാം. പക്ഷേ നെവർ ഫോർഗെറ്റ് അവർ കോളിങ്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അല്ല, ദൈവം പറഞ്ഞ കോളിങ് യെസ് എന്താണോ അത് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. അപ്പൊ അതുപോലെ പരിശുദ്ധാത്മാവിനാൽ തന്നെ നമ്മൾ ഡ്രിവണായിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. എഗെയിൻ ഐ എം കമ്മിങ് ബാക്ക് ടു ഈ പറഞ്ഞ മത്തായി സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിൽ 25-ാം വാക്യം. നമ്മളത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ കുറച്ച് എളുപ്പം ഉണ്ടാവും നമുക്ക് പറഞ്ഞു വരാൻ. യോസഫിന്റെ ജീവിതവുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കിയാലേ നമുക്കത് മനസ്സിലാവുള്ളൂ, പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പോൾ പറഞ്ഞു, ചെന്നായയുടെ അടുത്ത് ആടുകളെ പോലെയാണ് യേശു നമ്മളെ അയച്ചേക്കുന്നത്. പോയിന്റ് ഇതാണ്. സപ്പോസ് യോസഫിന് ഈ ടെക്നിക്ക് അറിയാമെങ്കിൽ ജോസഫ് 37-ാം അധ്യായത്തില് ഒരു വാക്യം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അവർക്ക്, അതായത് 4-ാം വാക്യം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി 37-ന്റെ 4-ാം വാക്യം. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ശ്രദ്ധിക്കണേ, ജോസഫിന്റെ സഹോദരന്മാർക്ക് അവനോട് സമാധാനമായി സംസാരിപ്പാൻ കഴിഞ്ഞില്ല. അവൻ സ്വപ്നങ്ങൾ പറയുമ്പോൾ, അവൻ ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ, യെസ്, അവരുടെ ഉള്ളിലെ ദേഷ്യം, അവരുടെ ഉള്ളിലെ ഈവിൾ, ഏത് നമ്മൾ വെളിപ്പാട് പുസ്തകം ആദ്യം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ച 8-21 സദൃശവാക്യം 16-2 ചേർത്ത് വായിക്കുന്ന അവസ്ഥയിലാണ് അവര്. ചെന്നായുടെ സ്വഭാവമുള്ളവര്, അവർക്ക് സമാധാനമായിരിക്കാൻ കഴിഞ്ഞില്ല. ശരിയല്ലേ? അതായത് അവരും ദൈവത്തിന്റെ പദ്ധതിയിലുള്ള യാക്കോബിന്റെ 12 മക്കളിൽപ്പെട്ട ബാക്കി 11 കുറിച്ചാണ് ഈ പറയണ, യഹൂദ അടക്കം. ഹല്ലേലൂയ. പക്ഷെ ജോസഫിന്റെ ഉള്ളിൽ ദൈവം ഉണ്ടായിരുന്നു. ജോസഫിന്റെ സ്പിരിറ്റിനെ ഡ്രൈവ് ചെയ്തത് യേശു ദൈവമായിരുന്നു. ഹല്ലേലൂയ. അതാണ് 39-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇനി വളരെ ശ്രദ്ധിക്കണേ. ഇതൊരു കുറച്ച് ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ മത്തായി സുവിശേഷത്തിന്റെ 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാവണേ. ഈ യോസഫിന് ദൈവം ഈ ഐഡിയ പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിലോ, ദാറ്റ് മീൻസ് യോസഫിന് ഈ പറഞ്ഞ ഈ ചെന്നായയുടെ, ഇവര് ബൈ ഡീഫാൾട്ടായിട്ട് ചെന്നായ സ്വഭാവം കാണിക്കും. അതുകൊണ്ട് ജോസഫെ, നീ അവനോട് സ്വപ്നം കാണുന്നൊന്നും പറയണ്ട, നീ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയണ്ട എന്നുള്ള ഒരു വിവരം അവൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ജോസഫ് നൈസായിട്ട് മനസ്സിൽ മാത്രം അത് കൊണ്ടെടുക്കും. കാരണം മനസ്സിൽ സംഗ്രഹിച്ചു എന്ന് യാക്കോബ് ഈ സ്വപ്നത്തെക്കുറിച്ചും കാര്യങ്ങളൊക്കെ യാക്കോബ് കേട്ടപ്പോൾ യാക്കോബ് അവന്റെ മനസ്സിൽ സംഗ്രഹിച്ചു എന്നുള്ള വാക്ക് എഴുതിയിട്ടുണ്ട്. ഈ പയ്യനായ യോസഫിന് ആ ഒരു ജ്ഞാനമില്ലാതെ പോയി. അപ്പോ ഇവൻ ആ ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, യോസഫിന് ഈ കാര്യത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ നൈസായിട്ട് അത് അവൻ എന്ത് ചെയ്യും? അവൻ അങ്ങനെ കണ്ടെങ്കിലും അവൻ ഇവരോട് പറയത്തില്ല. അവൻ ഇവരോട് പറഞ്ഞില്ലെങ്കിൽ ഇവൻ പ്രവോക്ക് ആവത്തില്ല. ഇവരുടെ മുമ്പിൽ ഇവൻ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യും. പക്ഷെ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവൻ അറിയാം അവൻ ആരാകുമെന്ന്. അപ്പൊ എന്റെ പോയിന്റ് ഇതാണ്, എന്തുകൊണ്ട് ദൈവം അവൻ അത് വെളിപ്പെടുത്തിയില്ല? അവൻ അത് അറിയാമായിരുന്നെങ്കിൽ അവൻ ഇവിടെ ഇവരുമായിട്ട് നല്ല ടേംസിലും ആയനെ. അവരവനെ പിടിച്ചിട്ട് മിസ്രൈം പൊട്ടക്കിണറ്റിലും ഇടാൻ പോകുന്നില്ല, മിസ്രൈമിനും വിൽക്കാൻ പോകുന്നില്ല, യോസഫ് ഒട്ട് മന്ത്രിയാകാനും പോണില്ല.
പ്രിയ ദൈവമക്കളെ, ഹല്ലേ, ദിസ് ഈസ് ദ പോയിന്റ്. ഹല്ലേ, ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഹല്ലേ ലൂയ ചില തടവിന്റെ അനുഭവം ഉണ്ടല്ലോ. യെസ് ആമേൻ, ഹല്ലേ ലൂയ. വെളിപ്പാട് പുസ്തകത്തിലെ 2-ാം അധ്യായത്തിലെ സ്മിർനയിലെ ദൂതിന്റെ ആ ഒരു മർമ്മമുണ്ടല്ലോ. ഹല്ലേ ലൂയ. ചില കാര്യങ്ങളിൽ നമുക്ക് ദൈവം വെളിപ്പെടുത്തില്ല. കാരണം പർപ്പസ്ഫുള്ളി ചില സമയത്ത് തടവിന്റെ അവസ്ഥയിലായാലേ ദൈവത്തിന്റെ പദ്ധതി അവിടെ എസ്റ്റാബ്ലിഷ് ആകുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം മാത്രം വിശ്വസിക്കുക, നമ്മളെ വിളിച്ച ദൈവത്തെ വിശ്വസിക്കുക. അവൻ അറിയാം എപ്പ എന്ത് ചെയ്യണമെന്ന്, എപ്പ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണമെന്ന് അവൻ അറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ ബുദ്ധി ഉപദേശിക്കുന്നു, പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് പരിജ്ഞാനം നമ്മൾ ചോദിച്ചു മേടിച്ചോണം. പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ കാര്യം ഒന്ന് വെളിപ്പെട്ടപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് എന്തൊരു ആശ്വാസമായെന്നറിയാവോ. ഞാൻ എൻ്റെ ദൈവത്തോട് എന്ത് പരാതിപ്പെട്ടത്, എൻ്റെ ദൈവം എന്തുകൊണ്ടാണിത്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് ഞാൻ എക്സ്പെക്ട് ചെയ്ത് അങ്ങയുടെ വാക്തത്വവുമായിട്ട് ആ ഒരു 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 കണക്ഷൻ ഇല്ലാത്ത അവസ്ഥയിലോട്ട് എൻ്റെ വാക്തത്വമുണ്ടോ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് സംഭവിക്കുന്നു. എൻ്റെ ദൈവത്തോട് അനവധി തവണ ആമേൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയും ആ ദൈവത്തോട് ഞാൻ പലപ്പോഴും മല്ല് പിടിക്കുകയും ചെയ്തതിൻ്റെ ഹല്ലേലൂയ റിസൾട്ട് ആണ്, പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മൾ കേൾക്കുന്ന വചനം. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തില് ഹല്ലേലൂയ ചില ഹല്ലേലൂയ ബ്രാക്കറ്റ് പീരീഡ് അറിഞ്ഞുകൊണ്ട് തടവിലാക്കപ്പെട്ട യോസഫിനെ കുറിച്ച് ദൈവം തന്നെ പറയുന്നതാണ്, അവൻ ഹീസ് എ സക്സസ്ഫുൾ മാൻ വൈൽ ഹി വാസ് ഇൻ പ്രിസൺ. ഐ എം നോട്ട് സെയിങ് ഇൻ പ്രിസൺ, ബട്ട് റാദർ ഹി വാസ് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു സ്ലേവ് ആയിരിക്കുമ്പോൾ ദൈവം പറയുക ഹി വാസ് എ സക്സസ്ഫുൾ പേഴ്സൺ. ഇറ്റ് ഈസ് എ ട്രൂത്ത് സ്റ്റേറ്റ്മെന്റ്, നോ ഡൗട്ട്. പക്ഷെ ഇതല്ല ജോസഫിന്റെ കോളിംഗ്. അപ്പോ നമുക്ക് ഫർദറായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് പയ്യെ പയ്യെ പിടുത്തം കിട്ടി തുടങ്ങും. ഹല്ലേലൂയ. അപ്പോ പരിശുദ്ധാത്മാവ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം, ഒരു പുതിയ അറിവ് നമുക്ക് ഓരോരുത്തരും കിട്ടുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളിൽ വേണം. ഒരു കാര്യം ഉറപ്പായി, അത് ദൈവം നമ്മളെ കുറിച്ച് ചില കണ്ടീഷണൽ, ചില സമയത്തേക്ക് സ്മിർനയിലെ സഭയുടെ ദൂതിൽ പറയുന്ന പോലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ റെഡിയാകപ്പെടാൻ വേണ്ടി തടവിന്റെ അവസ്ഥയിലുണ്ട്. അത് നമ്മുടെ ദാവീദിന്റെ ജീവിതത്തിൽ കാണുന്നു, മോശയുടെ ജീവിതത്തിൽ കാണുന്നു, യോസഫിന്റെ ജീവിതം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ തടവിന്റെ അവസ്ഥ വേണം. പക്ഷേ ഹല്ലേലൂയ ആ സമയത്തും നമ്മളെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ ആ കറക്റ്റായിട്ടുള്ള സംഭവം എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവ് നമ്മളെ വെളിപ്പെടുത്തുന്ന പരിജ്ഞാനമാണ്. നമുക്കിതിനെക്കുറിച്ച് മനസ്സിലായില്ലേ നമ്മൾ പിടിവിട്ടു പോകും ചിലപ്പോൾ. പക്ഷെ സാത്താൻ എന്താ ചെയ്യുന്നത്? ആ ദുഷ്ടപിശാച് ഈ പരിജ്ഞാനം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ നമ്മൾ വെറുതെ ബ്ലൈൻഡായിട്ട് ദൈവത്തോട് ഇങ്ങനെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പ്രത്യേകമായ വാശി പിടിച്ചുകൊണ്ടിരിക്കുക, മല്ല് പിടിച്ചുകൊണ്ടിരിക്കുക. നോ 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 നോ. പരിശുദ്ധാത്മ എൻ്റെ അപ്പൻ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഹീ നോ വാട്ട് ടു ഡു, ഹീ ഈസ് ഇൻ കൺട്രോൾ. പക്ഷെ ഒറ്റ കാര്യം ഞാൻ ബുദ്ധി ഉപദേശിക്കുന്നു, ദൈവത്തോട് ചോദിച്ച് വ്യക്തമായി, ദൈവമേ ഇതിന്റെ പുറകിലെ നിന്റെ പദ്ധതി എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടേ പോകാവൂ. എനിക്കത് അറിയണം. പക്ഷെ വൺസ് അത് അറിയുമ്പോൾ ഉണ്ടല്ലോ ഒരു ആശ്വാസം ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആശ്വാസമാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ യോസഫിന്റെ ജീവിതം നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ഹല്ലേലൂയ, അതെ ഹല്ലേലൂയ, ഞാൻ പറഞ്ഞ പോയിന്റ് 2 പോയിന്റ് ശരിക്കും സീരിയസ് ആയിട്ട് എടുക്കണേ. യോസഫിന് ഈ ടെക്നിക്ക് അറിയാമെങ്കിൽ, അതായത് ഈ ചെന്നായ പോലത്തെ മനുഷ്യർ, ഈവൻ ഇറ്റ്സ് ആപ്ലിക്കബിൾ ടു അസ് ഓൾസോ. വി ആർ ഡീലിംഗ് വിത്ത് പീപ്പിൾ ലൈക്ക് ദാറ്റ് വൂൾഫ്. ബിക്കോസ് എന്താ പ്രശ്നം? ദൈവം തന്നെ പറഞ്ഞേക്കുന്ന സിസ്റ്റമാണ്, they are driven in evil spirit, in evil system, and they don't know what they are in that particular condition. അതാണ് പ്രശ്നം. അതിന്റെ ഇടയ്ക്കാണ് നമ്മളെ വെളിച്ചത്തിന്റെ മക്കളായി. നമ്മൾ എങ്ങനെ വെളിച്ചത്തിന്റെ മക്കളാവുന്നേ? ഈ പരിശുദ്ധാൽ നമ്മുടെ റൂഹേന പർപ്പസ്ഫുള്ളി യേശുവാകുന്ന വാതിലൂടെ കടത്തിവിട്ടാൽ മാത്രമേ ആവുള്ളൂ. അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ മക്കളായി വിളിക്കപ്പെട്ട നമ്മളും വൂൾഫായിരിക്കും, ചെന്നായിരിക്കും. കാരണം നമ്മൾ ആ ഒരു മൊമെന്റ് സാത്താന്റെ സിസ്റ്റത്തിലാണ്. ആ മൊമെന്റ് മുതൽ സാത്താന കൺട്രോൾ നമുക്കൊണ്ട് മനസ്സിലാവത്തില്ല.
അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ വചനം വളരെ ആഴത്തിലെടുക്കണം. പിന്നെ യെസാമൻ വളരെ ശ്രദ്ധിച്ചെടുക്കേണ്ട കാര്യം, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നമ്മളെ കറക്റ്റായിട്ട് ബുദ്ധി ഉപദേശിച്ച് പരിശുദ്ധാത്മാവോട് കൺസൾട്ട് ചെയ്തിട്ട്, പ്രത്യേകിച്ച് വിശ്വാസികളുമായിട്ട് ഒരു വഴക്കോ അല്ലെങ്കിൽ ഒരു സാധനത്തിനോ പോകാതിരിക്കുകയാണ് നല്ലത്. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അപ്പം തന്നെ നിരപ്പ് പ്രാപിച്ചോണം. അതായത് പറ്റുമെങ്കിൽ, കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈഗോയോ ഈവിളാ നമ്മൾ ഡ്രൈവ് ചെയ്തിരിക്കുന്നെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശരിയാണെന്ന് വിചാരിക്കും. സാത്താൻ വെറും നമ്മളെ ഒരു പപ്പറ്റാക്കും. സാത്താൻ ഭയങ്കരമായിട്ട് അതിനകത്ത് മുതലെടുക്കും. അവിടെ ഈ പറഞ്ഞ ഏറ്റുപറച്ചിലോ അല്ലെങ്കിൽ റീകൺസൈലേഷനോ ഒന്നും ഉണ്ടാവില്ല. കാരണം സാത്താനായിരിക്കും അവരെ ഡ്രൈവ് ചെയ്യണേ. അതല്ല, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ ആരെങ്കിലുമായിട്ട് ഉടക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം, ചില സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പം തന്നെ നമ്മളത് ആ സമയത്ത് തന്നെ നിരപ്പ് പ്രാപിച്ചു. കാരണം ഇറ്റ്സ് നോട്ട് എ പേഴ്സണൽ മാറ്റർ, റാദർ ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് വിത്ത് സബ്ജക്റ്റീവ് ആയിരിക്കും. ഏതെങ്കിലും സബ്ജക്റ്റീവ് ആയിട്ടാണെങ്കിൽ അപ്പം തന്നെ അത് നിരപ്പ് പ്രാപിച്ചോണം. അതായത് ഒരു പേഴ്സണൽ ആയിട്ട് എടുക്കേണ്ട ഒരു കേസ് അല്ല അത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഹല്ലേലൂയ. കാരണം ഈ വ്യക്തി, ഹല്ലേലൂയ, അവനൊരു നല്ല വിശ്വാസിയാണ്. ഒരു യഥാർത്ഥ ദൈവ വൈതലിനെ എടുത്തു പോയ വഴക്കുണ്ടാക്കണ മഹാപ്രശ്നമാണ്. അവനത് ദൈവത്തോട് പറയും, ദൈവം പിടിച്ച് സാത്താൻ അനുവാദം കൊടുക്കുകയും ചെയ്തിട്ട് ഇവൻ ഒരു തടവിന്റെ അവസ്ഥയിലായിരിക്കും. പ്രിയ ദൈവമക്കൾ, അതിനുശേഷം അതിന് ഊരിപ്പോരണമെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ സീരിയസ്ലി ഈ പറഞ്ഞ മുഴുവൻ പാവങ്ങളും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു പ്രത്യേക രീതി തടവിന്റെ അവസ്ഥയില. അതായത് പ്രത്യേക ചില മേഖലകളിലെ തടവിലുള്ളൂ. ഈ യോസഫിനെ തന്നെ നോക്കിയേ, അവന്റെ അഡ്മിനിസ്ട്രേഷൻ സ്കില്ലിനോ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിനോ ഒന്നും ഒരു പ്രശ്നമില്ല. ദൈവം അവനോട് കൂടെയുണ്ട്. എല്ലാം അവൻ ചെയ്യുന്നതും ഒക്കെ സക്സസ് ആണ്. അവനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആ പൊത്തിഫേറിന്റെ ഭവനോ സക്സസ് ആണ്. പിന്നീട് ജയിലാണെങ്കിലും സക്സസ് ആണ്. ഭയങ്കര കൂളാണ്. പക്ഷേ ഹല്ലേലൂയ, ബേസിക്കലി ആളൊരു തടവുകാരനാണ്. അതേപോലെ ഹല്ലേലൂയ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങളിൽ ഹല്ലേലൂയ ഭയങ്കര സക്സസ് ആയിരിക്കും. പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ തടവിലായിരിക്കും. പക്ഷെ ദൈവം എന്താ നമുക്ക് ഓഫർ ചെയ്തേ? സമൃദ്ധിയായ ജീവൻ ഇൻ എവരി ആസ്പെക്ട്, അല്ലേ? പക്ഷെ ഈ തടവിന്റെ പീരീഡ് എപ്പോഴും തടവിന്റെ പീരീഡ് നമ്മൾ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്, വി ഷുഡ് അനലൈസ്. നമ്മുടെ തന്നെ ജീവിതത്തോട് ചോദിക്കണം. പരിശുദ്ധാത്മാവ് പ്രത്യേകിച്ച് ചില കാര്യങ്ങളെ നമ്മളെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പദ്ധതി, നമ്മളെ കുറിച്ചുള്ള പദ്ധതി വെളിപ്പെടുത്തിയിട്ടുണ്ടാവും. യെസ്, വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കുക, എൻ്റെ ഇത്രയും നാളത്തെ ജീവിതം കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടമാണോ ഞാൻ ചെയ്തത്? ഈസ് ഇറ്റ് വാട്ട് യു റിയലി വാണ്ട്? ഈസ് ഇറ്റ് ദ പർപ്പസ് ദാറ്റ് യു കോൾ മീ ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്? അന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ദൈവം വ്യക്തമായി നമ്മളോട് പറഞ്ഞു തരും. അല്ലേ? മിക്കവാറും ദൈവം ഇത് എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതചര്യയിൽ പ്രവാചകന്മാരിൽ കൂടെ വചനത്തിൽ കൂടെ ശക്തമായി നമ്മളോട് ഇടപെട്ടിട്ടുണ്ടാവും ദൈവത്തിന്റെ പദ്ധതി. പലപ്പോഴും ചില തടവിന്റെ അനുഭവം നമ്മളെ ദൈവം സാത്താൻ പഠിപ്പിക്കുക, ഈ പറഞ്ഞ ആശയം യഥാർത്ഥമായ നോളജ് വെളിപ്പെടുത്താതെ നമ്മളൊരു പ്രത്യേക അവസ്ഥയിലായി നമ്മൾ കാര്യങ്ങൾ വെളിപ്പെടാതെ നമ്മുടെ ജീവിതം ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് പോകും. ഈ സാത്താൻ ഇത് നമ്മൾ എന്ന് മനസ്സിലാക്കി, ദൈവമേ ഇതിന്മേൽ ഒരു വിടുതൽ വേണം, ഈ ഒരു പരിജ്ഞാനത്തിന് മാത്രമേ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അതുകൊണ്ടാണ് പൗലോസും കഴിഞ്ഞ ദിവസവും ഞാനും പലരോടും പ്രസംഗിക്കുന്ന അതേ വിഷയമാണ് കഴിഞ്ഞ ശനിയാഴ്ച ആ ഒരു ഗസ്റ്റ് പാസ്റ്റർ എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിൽ നിന്ന്. ഹല്ലേലൂയ. 3 മേജർ പോയിന്റ്സ് ആണ് ഈ പൗലോസ് അവരുടെ സഭകളെ, എഫെസോസിലെ സഭയെ കുറിച്ച് പ്രാർത്ഥിക്കുന്നത്. 1, അവരുടെ അകക്കണ്ണുകളെ പ്രകാശിക്കണം. 2, അവർക്ക് പരിജ്ഞാനം കൊടുക്കണം. 3, അവർക്ക് വലിയ വിശ്വാസം കൊടുക്കണം. ഇത് നമ്മുടെ വിശ്വാസികളെ കുറിച്ചും നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ കുടുംബാംഗങ്ങളാണ്. ഈ പറഞ്ഞ 3 പോയിന്റ് ഭയങ്കര പവർഫുള്ളാ. പൗലോസ് സാത്താനെ ഓടിക്കാനൊന്നും അല്ല പറഞ്ഞത്. അത് ആ സാത്താനെ ഓടിക്കുന്ന സിസ്റ്റം ഒരു പരിജ്ഞാനമാണ്. സാത്താനെ ഓടിക്കുന്ന സിസ്റ്റം പരിജ്ഞാനമാണ്. ആ പരിജ്ഞാനം അവൻ ആ ടൂൾ കൊടുത്തു കഴിഞ്ഞാൽ അവന് മനസ്സിലായി, അവൻ തന്നെ ഹാൻഡിൽ ചെയ്തോളും. ഇപ്പം നമ്മൾ കേട്ടതൊരു പരിജ്ഞാനമാണ്. നമ്മുടെ ജീവിതത്തിലെ തടവ് അതെന്തുകൊണ്ടാണ് വന്നത്? അതിനെക്കുറിച്ച് ദൈവത്തോട് ഇനി പ്രാർത്ഥനയിൽ ചോദിക്കണം. വാട്ട് ഈസ് ദ പ്ലാൻ? ഇത് കഴിഞ്ഞോ? നിന്റെ അതായത് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം. അല്ലെങ്കിൽ പലപ്പോഴും ഈ കാര്യം മനസ്സിലാക്കാതെ സാത്താൻ ആ തടവിന്റെ അവസ്ഥയെ പ്രൊലോങ് ചെയ്യിപ്പിച്ചുകൊണ്ട് പോകും. പ്രൊലോങ് ചെയ്യിപ്പിച്ചതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഇസ്രായേൽ മക്കള് ബാബേൽ പ്രവാസിൽ പോയപ്പോ കറക്റ്റ് 70-ാമത്തെ വർഷത്തിൽ കോരശ്
ഈ ഫ്രീഡം ഡിക്ലെയർ ചെയ്തു. ആ പോയ അവന്മാർക്ക് മൊത്തം തിരിച്ചു വരാൻ വേണമെങ്കിൽ. പക്ഷേ ആക്ച്വലി പിന്നെ ഒരു 70 വർഷം കഴിഞ്ഞിട്ടാണ് അത് കുറച്ചെങ്കിലും ഇവിടെ വന്ന ഒരുവിധം പ്രോപ്പറായിട്ട് വന്ന. എന്താണ് കാരണം? ഈ ദുഷ്ടപിശാച് പ്രൊലോങ് ചെയ്യിപ്പിക്കുന്നതാ. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ 400 വർഷം കഴിഞ്ഞപ്പോ യേശാമേൻ ഇസ്രായേൽ മക്കൾ അവിടുന്ന് പോകേണ്ടതാ. പക്ഷെ 430 വർഷം എടുത്തു. എന്താ കാരണം? ദുഷ്ടപിശാച്. ഓ യെസ്, ഹല്ലേലൂയ. 4 ദിവസം കൊണ്ട് എത്തേണ്ടതാ കാനാൻ, 40 ദിവസം എടുത്തു. എന്താ കാരണം? ദുഷ്ടപിശാച്. യെസ്, ഹല്ലേ. പ്രിയ ദൈവമക്കളെ, ഇന്ന് അത് സ്റ്റോപ്പ് ചെയ്യണം. പരിജ്ഞാനം നമ്മൾ എടുത്തിട്ട് യെസ് നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ പദ്ധതി ഇംപ്ലിമെന്റ് ആവണം. യെസ്, അല്ലാതെ വെറുതെ ഡിലേ അനുവദിക്കല്, ദുഷ്ടപിശാചിനെ അനുവദിക്കല്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നു പ്രാർത്ഥിച്ചോണം. ദുഷ്ടപിശാചിനെ കെട്ടിക്കോണം. അവന്റെ സകല സിസ്റ്റത്തെയും അഴിച്ചു മാറ്റിക്കോണം. യെസ് ആമേൻ. വിജയകരമായ യെസ് ആമേൻ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് നയിച്ചോണം. യെസ്, നമ്മുടെ ജീവിതത്തിൽ യെസ് എല്ലാ കാര്യവും അണ്ടർ ഹിസ് കൺട്രോൾ. ആ ദൈവവുമായിട്ട് നല്ല ഒരു 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 അറിവിന്റെ റിലേഷൻഷിപ്പിൽ ആ ദൈവത്തെ ഒന്ന് അറിയാൻ പറ്റിയാൽ, ആ ദൈവത്തിന്റെ ആ പരിജ്ഞാനം ഒന്ന് കിട്ടിയാൽ, നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ അവൻ ഹീ ഈസ് ഇൻ കൺട്രോൾ. ഹീ വിൽ ഡു വാട്ട് എവർ ഹി പ്രോമിസ്ഡ്. ഹല്ലേലൂയ. ഹി വിൽ ഫുൾഫിൽ ഇറ്റ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യെസ് ആമേൻ. ഈ വചനങ്ങളാ യെസ് നമ്മൾ ഓരോരുത്തരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും അവന്റെ പദ്ധതിയിലോട്ട്, യഥാർത്ഥ പദ്ധതിയിലോട്ട് നമ്മളെയൊക്കെയും യെസ് ആമേൻ നടത്തുകയും നമുക്ക് നിത്യജീവൻ ധാരാളമായി നൽകുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് ഇരിക്കുന്നു.